ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്നതിൽ വിവാദം. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. അതീവ സുരക്ഷാ മേഖലയിലൂടെ ഹെലികോപ്റ്റർ പറത്തിയതിനെപ്പറ്റി പമ്പ പോലീസിന് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, എന്തായിരുന്നു ഈ സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറക്കാനുണ്ടായ യഥാർത്ഥ കാരണം? എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ച രാവിലെ 11 മണിക്കാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിൽ വളരെ താഴ്ന്നു പറന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും സന്നിധാനത്തിന് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതീവ സുരക്ഷാ മേഖലയാണ് സന്നിധാനവും പരിസരവും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ എത്തിയത് വലിയ ആശങ്കയ്ക്ക് കാരണമായി. ഹെലികോപ്റ്റർ എത്തിയ വിവരം പമ്പ പോലീസിനും ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സന്നിധാനത്തുള്ള ജീവനക്കാർക്കും ഒരു പെട്ടെന്നൊരു ആശങ്കയുണ്ടായി. സൈനിക ഹെലികോപ്റ്ററാണ് അത്തരത്തിൽ താഴ്ന്നു പറന്ന ഒരു സാഹചര്യം ഉണ്ടായി. സന്നിധാനത്തിന് മുകളിൽ തൊട്ടു മുകളിലൂടെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്. ഏതായാലും അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ADGP ശ്രീജിത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സൈനിക വിഭാഗത്തിന്റെ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ പറന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം അന്തരീക്ഷം മേഘാവൃതമായതുകൊണ്ട് തന്നെ ദിശ മാറി സഞ്ചരിച്ചതാണെന്നുള്ള കാര്യം കൂടി വിശദമാക്കുന്നു. ഒപ്പം റഡാർ സംവിധാനത്തിലല്ല ഹെലികോപ്റ്റർ സഞ്ചരിച്ചത്. മുൻപിലുള്ള കാഴ്ചകൾ കണ്ട് മാത്രമാണ് ഹെലികോപ്റ്റർ സഞ്ചരിച്ചത്. അത്തരത്തിൽ അവിടെ എത്തിപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ് കോസ്റ്റ് ഗാർഡിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. കാരണം യാതൊരു കാരണവശാലും സന്നിധാനം പോലെയുള്ള മേഖലയ്ക്ക് നമുക്കറിയാം വാഹനങ്ങൾ പോലും ചെല്ലാൻ കഴിയാത്ത സ്ഥലമാണ്. അത് അതീവ സുരക്ഷാ മേഖലയാണ്. അത്തരത്തിൽ അനുമതിയില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ഹെലികോപ്റ്റർ സന്നിധാനത്തിന് താഴ്ന്നു പറന്നത് പ്രദേശത്ത് ദേവസ്വം ബോർഡ് ജീവനക്കാർക്കെല്ലാം ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് സംബന്ധിച്ചൊരു വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ADGP ശ്രീജിത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുശ്രീ, ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.